ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അല്ലേ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യമൻ എന്ന റൊമാൻസ് ത്രില്ലർ സസ്പെൻസ് നോവലാണ്. അതിൻ്റെ 17ാമത്തെ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ? മതി, ധാരാളം. ഇനിയെല്ലാം നേരിൽ കാണുമ്പോൾ ഞാൻ വരുന്നത് വരെ അമ്മയ്ക്കൊന്നും സംഭവിക്കരുത്. അക്കാര്യത്തിലായിരുന്നു അവന് ഉത്കണ്ഠ. ഒക്കെ ഞാൻ ഏറ്റടാ. അശോക് ഷെട്ടി കോൾ മുറിച്ചു. അന്നത്തെ ദിവസം മണിവർണ്ണയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഉന്മേഷവും ഉണ്ടായിരുന്നില്ല. ശിവയോയ്ക്ക് അത് മനസ്സിലാവുകയും പലവട്ടം അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കക്കട്ടാറിൻ്റെ മറുകരയിൽ പൊന്തക്കാട്ടിൽ കക്കാട്ടുപുറം വീടിന് നേർക്ക് ബൈനോക്കുലർ വഴി ശ്രദ്ധിച്ചുകൊണ്ട് ബിംബരാമിൻ്റെ ആളുണ്ടായിരുന്നു, ദേവനേഷൻ. സന്ധ്യ. ശിവയോഗിയും പുണ്യകോടിയും സംഘവും യാത്രയ്ക്ക് തയ്യാറായി. മണിവർണ്ണ മുറിയിൽ നിന്നിറങ്ങിയില്ല. ശിവയോഗി അവൾക്ക് അടുത്തേക്ക് ചെന്നു. കരഞ്ഞു കലങ്ങിയ മുഖം. അവൻ അവളുടെ താടി പിടിച്ചുയർത്തി. എത്ര തവണ ഞാൻ പറഞ്ഞു മണി, ജീവനോടെ ഞാൻ മടങ്ങി വരും. പിന്നെ ഇവിടെ നീ പേടിക്കേണ്ട കാര്യമില്ല. CCTV വിഷ്വൽസ് ഞാൻ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കും. സത്താറിൻ്റെ ഓരോ ചലനവും എനിക്കറിയാൻ സാധിക്കും. ശിവ. അവൾ അവനെ ഇറുകെ പുണർന്നു. അവൻ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവളുടെ കണ്ണീരൊപ്പി. വാ പുറത്തേക്ക്. അവളെയും കൂട്ടി ശിവയോഗി പുറത്തു ചെല്ലുമ്പോൾ ചന്ദ്രലാലും ഭാവനയും വന്നിറങ്ങി. ചേട്ടൻ മടങ്ങി വരുന്നത് വരെ രാത്രികാലങ്ങളിൽ ഇവളും ഇവിടെ ഉണ്ടാവും. ചന്ദ്രലാൽ പറഞ്ഞപ്പോൾ ശിവയോഗിക്ക് സന്തോഷമായി. ഞാനും സത്താറും ഈ തിണ്ണയിൽ കിടന്നുറങ്ങും, വെളുത്ത കുഞ്ഞു പറഞ്ഞു. ശിവയോഗി സത്താറിൻ്റെ തോളിൽ നിന്ന് തട്ടി. സാറ് ധൈര്യമായിട്ട് പോയിട്ട് വാ, സത്താർ ഉറപ്പ് കൊടുത്തു. പെങ്ങളെ ഞങ്ങൾ 4 പേരും തിരിച്ചു വന്നില്ലേലും ശിവസാർ എത്തും, ഉറപ്പ്. പുണ്യകോടി മണിവർണ്ണയോട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ ഒരു വട്ടം കൂടി നിറഞ്ഞു തൂവി. എല്ലാവരും ജീപ്പിൽ കയറി. അത് കുമരൻ കുന്നിലേക്ക് പോകുമ്പോൾ ശിവയോഗി ഉയർത്തു. അന്ത്യയുദ്ധം തുടങ്ങുകയാണ്. അധ്യായം 28. ജീപ്പിൻ്റെ വെളിച്ചം കുമരൻ കുന്നിന് മീതെ മറഞ്ഞു. അത് നോക്കി നിൽക്കുകയായിരുന്നു മണിവർണ്ണ. കുന്നിന് മേലെ ഇരുൾ തിങ്ങിയതും ഒരു തേങ്ങലോടെ അവൾ കിടപ്പുമുറിയിലേക്ക് ഓടി. ചന്ദ്രലാൽ തിരിഞ്ഞ് ഭാവനയെ നോക്കി കണ്ണുകൊണ്ട് ഒരടയാളം കാട്ടി. അതോടെ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവളും മണിവർണ്ണയ്ക്ക് പിന്നാലെ പോയി. ചന്ദ്രലാലിൻ്റെ കണ്ണുകൾ സത്താറിലേക്ക് നീണ്ടു. ദേ, നീയും നിൻ്റെ ആൾക്കാരും പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇപ്പോഴത് മറക്കണ്ട. അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നില്ലെങ്കിൽ. ചന്ദ്രലാലിൻ്റെ മുഷ്ടികൾ മുറുകി. ഭവ്യത കൈവിടാതെ സത്താർ ചിരിച്ചു. സാറ് വിശ്വസിക്കും, സമയം അത് തെളിയിക്കും. ചന്ദ്രലാൽ അമർത്തി മൂളി. വെളുത്ത കുഞ്ഞും ഇടയ്ക്കിടെ സത്താറിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശിവയോഗിയും മറ്റും കയറിയ ജീപ്പ് കുന്നിറങ്ങി ഡാമിൻ്റെ വിഷ്ടിപ്രദേശത്തെ വനത്തിലൂടെ ചിറ്റാര ടൗണിലേക്ക് പോവുകയായിരുന്നു. ഒരു കൂറ്റൻ തേക്ക് മരത്തിൻ്റെ ചുവട്ടിൽ മറഞ്ഞിരുന്ന ബിംബുരാമൻ്റെ അനുയായി ദേവനേഷൻ സെൽഫോൺ എടുത്ത് ആർക്കോ കോൾ അയച്ചു. അവൻ പുറപ്പെട്ടു. അത്രമാത്രം പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്ത് താൻ മറച്ചു വെച്ചിരുന്ന ബൈക്കിന് നേർക്ക് നടന്നു. രാത്രി 11 മണി. കുമരൻ കുന്നിലേക്ക് ഒരു ജീപ്പ് കിതച്ചു വന്നു. ബിമ്മരം കോളനി തുടങ്ങുന്ന ഭാഗത്ത് വീതിയേറിയ വളവിൽ വലതുവശം ചേർന്ന് നിന്നു. ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. അല്പനേരം അതിൽ നിന്നും ആരും ഇറങ്ങിയില്ല. സർവത്ര നിശബ്ദത. നേരിയ നാട്ടുവെളിച്ചത്തിൽ അങ്ങ് താഴെ മങ്ങിയ വെള്ള സാരി കണക്കെ കക്കട്ടാറിൻ്റെ രൂപം കാണാം. 15 മിനിറ്റോളം കാത്തിരുന്നിട്ട് ജീപ്പിൽ നിന്നും 4 പേർ ഇറങ്ങി. പിന്നിലെ പടുത വലിച്ചു പൊക്കിയിട്ട് ഒരു ചാക്കുകെട്ട് പുറത്തെടുത്തു. അതിൽ നിന്നും വല്ലാത്തൊരു ദുർഗന്ധം വമിച്ചു. ശ്രദ്ധയോടെ വേണം. ജീപ്പ് ഡ്രൈവർ സ്വരം താഴ്ത്തി. കോളനിയിലെ നായ്ക്കൾ കാണും. മണം പിടിച്ച് അവ പാഞ്ഞു വന്നേക്കും. ഒരുവൻ തോർത്തെടുത്ത് മൂക്കിന് മുകളിൽ അല്പം മുറുക്കി കെട്ടി. ഇല്ലെങ്കിൽ നാറ്റം കാരണം ഞാൻ ബോധം കെട്ട് വീഴും. അയാൾ പിറുവിറുത്തു. മറ്റു 3 പേരും ചാക്കും കെട്ടുയർത്തി അയാളുടെ തലയിൽ വെച്ച് കൊടുത്തു. ദേവനേഷ. അവൻ. ശിവയോഗി അവിടെ ഇല്ലെന്ന് ഉറപ്പല്ലേ? ഒരാൾക്ക് പിന്നെയും സംശയം. പിന്നെ ഞാൻ കണ്ടതല്ലേ അവൻ പോകുന്നത്. ആ സംഘം മെല്ലെ നടന്നു. കാലടി ശബ്ദം പോലും നിയന്ത്രിച്ച് അവർ ബാലമുരുക ക്ഷേത്രത്തിന് താഴെ എത്തി. താഴ്വാരത്ത് ചിക്കൻ ഫാമിലെ വെളിച്ചം ചെറു നക്ഷത്രങ്ങൾ പോലെ കാണാം. അടുത്ത നിമിഷം റോഡിന് വലതുവശത്തെ ചെറിയ ഇഷ്ടിക കെട്ടിടത്തിൻ്റെ വരാന്തയിൽ നിന്നും ഒരു ഗർജനം. ആരടാ അത്? 4 പേരും നടുങ്ങി തിരിച്ചു. അവർ കണ്ടു
നിഴൽ രൂപം കണക്കെ ഒരു സംഘം പാഞ്ഞു വരുന്നു. കളഞ്ഞേച്ചും പോരടാ അലറിക്കൊണ്ട് ദേവനേശൻ ആദ്യം തിരിഞ്ഞോടി. ചാക്കുകെട്ട് ചുവന്നവൻ അത് താഴെ ഇട്ടിട്ട് തൊട്ടുപിറകെ പാഞ്ഞു. ബാക്കി രണ്ടുപേരും ഒപ്പമുണ്ടായിരുന്നു. ഏതാനും ടോർച്ചുകളുടെ വെളിച്ചം അവരിൽ പതിഞ്ഞു. നിൽക്കടാ അവിടെ! പിന്നിൽ ആക്രോശത്തോടെ കുറേ പേർ ഓടി വരുന്നുവെന്ന് ഉറപ്പായതോടെ ദേവനേശൻ്റെയും സംഘത്തിൻ്റെയും കാലുകൾക്ക് പിന്നെയും വേഗമേറി. ബഹളം കെട്ട് വീടുകളിലെ ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങി. പിന്നാലെ എത്തിയ സംഘം അടുത്തെത്തും മുൻപ് ജീപ്പ് റോഡിൽ വട്ടം തിരിഞ്ഞ് താഴ്വാരയിലേക്ക് പാഞ്ഞുപോയി. നിരാശയോടെ മടങ്ങിച്ചെന്ന അവർ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ചാക്കിൻ്റെ കെട്ടഴിച്ച് നോക്കി. ചത്ത കോഴികൾ! ഛേ! അവർ പിന്നോട്ട് മാറി. വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് തട്ടാനായിരുന്നു അവരുടെ പരിപാടി. ഒരാൾ പറഞ്ഞു. ഏയ്, അതായിരിക്കില്ല. മറ്റൊരാൾ തർക്കിച്ചു. അങ്ങനെയായിരുന്നെങ്കിൽ താഴത്തെ വനത്തിൽ സൗകര്യം ഉണ്ടായിരുന്നല്ലോ. അത് നേരാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി. ഇതിനിടെ ആരോ ഫോണെടുത്ത് വെളുത്ത കുഞ്ഞിനെ വിളിച്ചു. വെളുത്ത കുഞ്ഞും സത്താറും ഒന്നിച്ചു വന്നു. എല്ലാം ശ്രദ്ധിച്ച ശേഷം വെളുത്ത കുഞ്ഞ് പറഞ്ഞു, അസുഖം വന്ന് ചത്ത കോഴികളാവും ഇത്. വളരെ വേഗം മറ്റു കോഴികളിലേക്ക് രോഗം പടരും. നമ്മുടെ അന്നം മുട്ടിക്കാൻ വേണ്ടി ആരോ കൊണ്ടുവന്നതാണ്. ഇവിടെ കോഴിയെ വളർത്തുന്നത് ഇഷ്ടപ്പെടാത്ത ആരോ. അയാളുടെ പല്ലുകളും ഞെരിച്ചു. ഇതിനെ എന്ത് ചെയ്യും ചേട്ടാ? സത്താറ് തിരക്കി. കുഴിയെടുത്ത് അതിലിട്ട് കത്തിക്കണം. അവർ ആ ജോലിക്കുള്ള നടപടികൾ ആരംഭിച്ചു. ശിവ സ്ഥലത്തില്ലാത്തതിനാൽ താൻ രാത്രികാല കാവലിന് കോളനിയിലെ ചെറുപ്പക്കാരെ ഏർപ്പാടാക്കിയത് എത്ര നന്നായെന്ന് വെളുത്ത കുഞ്ഞിന് തോന്നി. കർണാടക സുള്ളിയായിലെ ഫാം ഹൗസിൽ വെളിച്ചമുണ്ടായിരുന്നു. മുറ്റത്തെ പുൽത്തകടിയിലുണ്ടായിരുന്ന നീളൻ ചാരുബെഞ്ചിൽ ആകാശത്തേക്ക് നോക്കി മലർന്നു കിടക്കുകയായിരുന്നു ബിംബരാമൻ. തൊട്ടുപിന്നിൽ ചാരുകസേരയിൽ പിന്നോട്ട് മലർന്ന് കാലുകൾ ഉയർത്തി ടീപ്പോയിൽ വെച്ചുകൊണ്ട് താപസൻ ഒരു ചുരുട്ടിന് തീ കൊളുത്തി ആഞ്ഞു വലിച്ചു. പിന്നെ ബിംബരാമൻ്റെ മുഖത്തേക്ക് നോട്ടം നട്ടു. അല്പം മുൻപ് വന്ന ഫോൺ കോളാണ് അയാൾ അസ്വസ്ഥനാക്കിയതെന്ന് താപസനറിയാം. കാര്യം എന്തായാലും നീ പറയടാ മോനെ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്തതായി ഈ രാജ്യത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. താപസൻ പഞ്ഞി പോലെയുള്ള മുടിയിലുമെല്ലാം ഒഴിഞ്ഞു. കിടപ്പിൽ നിന്നും തെല്ല് അനങ്ങാതെ ബിംബരാമൻ കണ്ണുകൾ മാത്രം അയാൾക്ക് നേരെ തിരിഞ്ഞു. ഒരു ചെറിയ കാര്യത്തിൽ പോലും പിഴവ് പറ്റിയാൽ ഞാൻ സഹിക്കില്ല. അതപ്പായിക്ക് അറിയാമല്ലോ. താപസം മൂളി. പക്ഷെ എപ്പോഴും നീ കാര്യം പറഞ്ഞില്ല. ബിംബരാമൻ ശ്വാസം വലിച്ചു കിട്ടി. താപസൻ്റെ അംഗരക്ഷകരായ 4 പേരും തെല്ല് അകലത്തിലായി കൽപ്രതിമകൾ കണക്കെ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ബിംബരാമൻ ചുണ്ടനക്കി. ശിവയുടെ ചിക്കൻ ഫാം ഈ രാത്രിയിൽ വൈറസുകളെ കൊണ്ട് നിറയ്ക്കണമെന്ന് ഞാൻ നമ്മുടെ കഴുതകളോട് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അവന്മാർ തോറ്റു. അയാൾ ഏതാനും വാക്കുകളിൽ കാര്യം പറഞ്ഞു. അത് കേട്ട് താപസൻ പൊട്ടിച്ചിരിച്ചു. ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? എടാ, കോട്ട കെട്ടി അകത്തിരിക്കുന്ന ശത്രുക്കളെ അവിടെ ചെന്ന് കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്താ? ബിംബരാമൻ എഴുന്നേറ്റിരുന്നു. അവർ അറിയാതെ അവർക്ക് ചുറ്റും നമ്മളും അദൃശ്യമായ ഒരു കോട്ടയുണ്ടാക്കണം. നമ്മുടെ കോട്ടയ്ക്ക് പുറത്തേക്ക് അവർക്കൊരിക്കലും പോകുവാൻ പറ്റരുത്. ബിംബരാമന് മനസ്സിലായില്ല. അയാൾ ഞെട്ടിയൊന്ന് ചുളിച്ചു. അപ്പം ഒന്ന് തെളിച്ചു പറ. എടാ, ചുരുട്ടൊന്നുകൂടി ആഞ്ഞു വലിച്ചു താപസൻ. അതിൻ്റെ അഗ്രത്തിലെ തീത്തുണ്ട് അയാളുടെ കണ്ണുകളിൽ നിന്നും വിറച്ചു. ചുരുട്ട് വലിച്ചെറിഞ്ഞിട്ട് താപസൻ ടീപ്പോയിൽ നിന്നും കാലുകൾ താഴ്ത്തി മുന്നോട്ട് ആഞ്ഞിരുന്നു. മോനെ ബിംബരാമ, ഇപ്പോൾ നിൻ്റെ അണ്ടറിലല്ലേ പത്തനംതിട്ട ജില്ലയിലെ ഭൂരിഭാഗം ചിക്കൻ സ്റ്റാളുകളും? അതെ. അവരിൽ ഒരുത്തൻ വിചാരിച്ചാൽ പോരെ ശിവയോഗിയുടെ കോഴിക്കൃഷിക്ക് എന്നേക്കുമായി അവസാനം കണ്ടെത്താൻ? ബിംബരാമൻ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താപസൻ തുടർന്നു. അവൻ കൊണ്ടുവരുന്ന ഏതാനും കോഴികളെ മാറ്റിയിട്ട് പകരം ചത്ത കോഴികളിടണം. നമ്മൾ തന്നെ അതിന് പ്രചാരണം നൽകും. പിന്നെ നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങിക്കൊള്ളും. എന്നേക്കുമായി അവൻ്റെ ഫാമിന് പൂട്ടും വീഴും. ബിംബരാമന് സന്തോഷമായി. അപ്പോൾ ബുദ്ധിമാൻ തന്നെ. താപസൻ പിന്നെയും ചിരിച്ചു. ഇതിലെന്ത് ബുദ്ധിയാടോ? ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഇത്തരത്തിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ വർഷങ്ങൾക്ക് മുൻപ് പ്രയോഗിച്ചു തുടങ്ങിയതും ഇപ്പോൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നതുമായ തന്ത്രമാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നതും. താപസൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറി. പല്ലുകൾ ചേർന്ന് ഞെരിച്ചു. അല്ലെങ്കിൽ നമ്മളിപ്പോഴും പഴയ ചെളിക്കുണ്ടിൽ. അയാൾ ബാക്കി പറഞ്ഞില്ല. അപ്പയുടെ ഉള്ളിൽ തിളച്ചുമറിയുന്ന പകയുടെ ലാവയെക്കുറിച്ച് ബിംബരാമൻ അറിയാം. അതുകൊണ്ട് മൗനം പാലിച്ചു. എന്നാൽ താപസൻ്റെ ഞെരിഞ്ഞ പല്ലുകൾക്കിടയിൽ
പിന്നെയും വാക്കുകൾ ചതഞ്ഞു. ഏറിയ ഒരാഴ്ച. അത് കഴിയുമ്പോൾ പിന്നെയും താപസൻ എന്ന പേര് ഞാൻ മാറ്റും. ബിംബരാമൻ തലയാട്ടി. എന്തിനും ഏതിനും അപ്പയുടെ സൈന്യാധിപനായി ഞാൻ മുന്നിലുണ്ടാവും. നിർദ്ദേശങ്ങൾ മാത്രം അപ്പ എനിക്ക് തന്നാൽ മതി. പിന്നെ പെട്ടെന്ന് ഓർത്തതുപോലെ ബിംബരാമൻ പറഞ്ഞു, അപ്പാ, നാളെ പുലർച്ചയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. താപസൻ ബിംബരാമൻ്റെ കണ്ണുകളിലേക്ക് നോട്ടം നട്ടു. പറ. കേരള രജിസ്ട്രേഷൻ ജീപ്പിലാണല്ലോ ശിവയോഗി വരുന്നത്. അതിനാൽ കണ്ടെത്താൻ നമുക്ക് എളുപ്പമാവും. എന്നാൽ മംഗലാപുരം വഴി തന്നെ അവൻ വരണമെന്നില്ല. താപസൻ കാതുകൂർപ്പിച്ചു. ചിലപ്പോൾ കാഞ്ഞങ്ങാട് വഴിയോ കാസർഗോഡ് വഴിയോ ആവാം. അതിനാ എല്ലാ ചെക്ക് പോസ്റ്റുകൾക്കരികിലും നമ്മുടെ ആളുകളെ നിർത്തണം. താപസൻ പെട്ടെന്ന് ഫോൺ എടുത്തു. വണ്ടി നമ്പർ എത്രയാ? ബിംബരാമൻ അത് പറഞ്ഞു കൊടുത്തു. താപസൻ അപ്പോൾ തന്നെ അതിനായി ആളുകളെ ചുമതലപ്പെടുത്തി. അപ്പം ഇങ്ങനെ നിർദ്ദേശിക്കുകയും ചെയ്തു, നിങ്ങൾ ഒരിക്കലും ആ ജീപ്പ് തടയരുത്. പകരം സംശയം തോന്നാത്ത വിധത്തിൽ പിന്തുടരണം. അതിലുള്ള ആൾ എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു എന്നത് അപ്പോൾ എന്നെ അറിയിക്കണം. കോള് മുറിച്ചിട്ട് അയാൾ ഫോൺ ടീപ്പോയിലേക്ക് ഇട്ടു. പിന്നെ മന്ത്രിച്ചു, മുത്തമ്മയുടെ മരണം എൻ്റെ കൺമുന്നിൽ വെച്ചാണ്. അവൻ്റെ അക്കൗണ്ടിൽ ആ കൊലപാതകം വരികയും വേണം. എന്നാൽ ജയിലിൽ പോകാൻ സമയം കൊടുക്കാതെ അവനെ കൊല്ലുകയും വേണം. അപ്പയെ നോക്കി സന്തോഷത്തോടെ തലയാട്ടിക്കൊണ്ട് ബിംബരാമൻ എഴുന്നേറ്റു. ഇനി ഉറങ്ങട്ടെ സമാധാനത്തോടെ. എന്നാൽ താപസൻ്റെ കണ്ണുകളിൽ മിന്നിമറിഞ്ഞ 2 തീപ്പൊരികൾ ബിംബരാമൻ കണ്ടില്ല. മഞ്ചേശ്വരം രാവിലെ 7 മണി. ജീപ്പിൻ്റെ കോ ഡ്രൈവർ സീറ്റിൽ കൈകൾ മാറിൽ കെട്ടി പിന്നോട്ട് ചാരിയിരുന്ന് ഉറങ്ങുകയായിരുന്നു ശിവയോഗി. ജീപ്പ് ഡ്രൈവ് ചെയ്യുന്നത് പുണ്യകോടിയാണ്. 5 പേരും മാറി മാറി ഓടിക്കുകയായിരുന്നു ഇതുവരെ. തണുത്ത കാറ്റ് ജീപ്പിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരുന്നു. ഇടം കൈ സ്റ്റിയറിംഗ് വീലിൽ പിടിച്ചുകൊണ്ട് പുണ്യകോടി വലതു കൈകൊണ്ട് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരുകി. ശേഷം പിറകിലേക്ക് കൈനീട്ടി. അനുചരിൽ ഒരാൾ ലൈറ്റർ എടുത്തു. പുണ്യകോടി സിഗരറ്റിന് തീ പിടിപ്പിച്ചു. എന്നിട്ട് ആസ്വദിച്ച് 2 കവിൾ പുകയൂതി. അടുത്ത നിമിഷം ശിവയോഗിയുടെ പോക്കറ്റിൽ കിടന്നിരുന്ന സെൽഫോൺ വിറച്ചു. അവൻ ഞെട്ടി കണ്ണുകൾ തുറന്നു. പിന്നെ ഫോൺ എടുത്തു നോക്കി. അശോക് ഷെട്ടിയുടെ കോള്. നിവർന്നിരുന്ന് അവൻ അറ്റൻഡ് ചെയ്തു. ഗുഡ് മോർണിംഗ് അശോക്. മോർണിംഗ്. നിങ്ങളെവിടെ എത്തി? അശോക് ഷെട്ടിയുടെ ചോദ്യം കേട്ടു. ഞങ്ങൾ ശിവയോഗി ചുറ്റും നോക്കി. മഞ്ചേശ്വരം, പുണ്യകോടി അറിയിച്ചു. ആ വിവരം ശിവയോഗി അശോക് ഷെട്ടിക്ക് കൈമാറി. എങ്കിൽ ജീപ്പ് അവിടെ തന്നെ നിർത്ത്. കാര്യം മനസ്സിലായില്ലെങ്കിലും അവൻ പുണ്യകോടിക്ക് ഒരു സിഗ്നൽ നൽകി. അയാൾ റോഡിൻ്റെ അടുത്തേക്ക് ചേർത്ത് ജീപ്പിൻ്റെ ബ്രേക്ക് അമർത്തി. എന്താ അശോക? ശിവയോഗിക്ക് ജിജ്ഞാസയായി. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ലടാ. എന്നാലും നമ്മളൊന്ന് കരുതിയിരിക്കുന്നതെന്നല്ലേ നല്ലത്. അതിനാൽ തൊട്ടടുത്തുള്ള എന്തെങ്കിലും ഒരു അടയാളം പറ. ശിവയോഗി ജീപ്പിൽ നിന്നും ശിരസ് പുറത്തേക്ക് നീട്ടി. തൊട്ടടുത്ത കടയുടെ ബോർഡ് കണ്ടു. ഹോട്ടൽ രുചി. വറുത്ത അയലയ്ക്ക് പേരുകോട്ട ഹോട്ടലില്ലേ? അതുതന്നെ. ഓക്കെ, അശോക് ഷെട്ടി പറഞ്ഞു. നിങ്ങൾ അവിടെ തന്നെ കിടക്ക്. നമ്മുടെ വണ്ടി ഉടനെ അങ്ങെത്തും. ഒരുപക്ഷെ നിന്റെ ആഗമനം ശത്രുക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയിൽ മംഗലാപുരത്തെത്തുന്ന അപകടം. അത് ശരിയാണെന്ന് ശിവയോഗിക്കും ബോധ്യമായി. തൻ്റെ വാഹന നമ്പർ വരെ ബിംബരാമനും താമസനും മറ്റും അറിഞ്ഞിട്ടുണ്ടാവും. ശരിയടാ. കോള് മുറിച്ചിട്ട് അവൻ റോഡിലേക്ക് ഇറങ്ങി. കൈകളൊന്ന് വീശിക്കുടഞ്ഞു. റോഡിൽ തിരക്ക് കുറവായിരുന്നു. നേർത്ത മഞ്ഞ് തങ്ങി നിൽക്കുന്നത് പോലെ. കർണാടകക്കാർക്ക് അയല വറുത്തത് വളരെ പ്രിയമാണ്. ഈ ഹോട്ടലിൽ രുചികരമായ മത്സ്യം കിട്ടും. അതിനാൽ തന്നെ ചെക്ക് പോസ്റ്റ് കടന്നും ആളുകൾ അയല കഴിക്കാൻ ഇവിടെ എത്താറുണ്ടെന്ന് ശിവയോഗി ഓർത്തു. പുണ്യകോടിയും സംഘവും കൂടി ജീപ്പിൽ നിന്നിറങ്ങി. നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ? ശിവയോഗി അവരെ നോക്കി. ഇല്ല സർ, ആദ്യമായിട്ടാ. അവരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. 4 കിലോമീറ്റർ കൂടി കഴിഞ്ഞ കർണാടകയായി. ശിവയോഗി അകലെ നിന്ന് വരുന്ന വാഹനങ്ങളിലേക്ക് കണ്ണു പായിച്ചു. 10 മിനിറ്റേ കാത്തു നിൽക്കേണ്ടി വന്നുള്ളൂ. എതിരെ വന്ന ഒരു ഇന്നോവ കാർ തൊട്ടു മുന്നിലെ ട്രാഫിക് ഐലൻഡിൽ വലം വെച്ച് അവർക്കരികിൽ വന്നു നിന്നു. ഡ്രൈവർ സീറ്റിൽ സുപ്പുരാജായിരുന്നു. അയാൾ തൻ്റെ ഫോണിൽ അശോക് ഷെട്ടിക്ക് അയച്ചു കൊടുത്ത ശിവയോഗിയുടെ ഫോട്ടോ നോക്കി ആളിതു തന്നെയെന്ന് ഉറപ്പുവരുത്തി. പിന്നെ കൈനീട്ടി ഫ്രണ്ടിൽ ഇടതുഭാഗത്തെ ഡോർ തുറന്നു കൊടുത്തു. കയറിക്കോ സാറേ. ശിവയോഗി കയറി. ഒപ്പം തൻ്റെ ബാഗും എടുത്തു വെച്ചു. ജീപ്പ് ഒരാൾ അതുമായി നമുക്ക് പിന്നാലെ പോരട്ടെ, ശുപ്പുരാജ് പറഞ്ഞു. ശിവയോഗി പുണ്യകോടിക്ക് നേരെ തിരിഞ്ഞു. വിവരം നൽകി. അയാൾ മാത്രം ജീപ്പിലും മറ്റുള്ളവർ ഇന്നോവയിലും കയറിയതും വാഹനങ്ങൾ രണ്ടും നീങ്ങി.
1 കിലോമീറ്റർ അകലെയുള്ള ഒരു വർക്ക്ഷോപ്പിൽ ഷുപ്പുരാജ് ജീപ്പ് ഏൽപ്പിച്ചു. തുടർന്ന് പുണ്യകോടിയും കയറ്റി മുന്നോട്ട് പോയി. മുന്നിലെ ഉപ്പള തലപ്പാടി ചെക്ക് പോസ്റ്റ് കണ്ടു. ക്രോസ് ബാറിന് മുന്നിൽ ഇന്നോവ നിന്നു. ഒരു കാക്കിദാരി വന്ന് അകത്തേക്ക് നോക്കി. പിന്നെ തുളു ഭാഷയിൽ ഷുപ്പുരാജിനോട് എന്തോ തിരക്കി. അതേ ഭാഷയിൽ അയാൾ മറുപടി നൽകിയപ്പോൾ ക്രോസ് ബാർ ഉയർന്നു. കുറച്ചകലെ ചെക്ക് പോസ്റ്റിലേക്ക് ശ്രദ്ധിച്ച് ഒരു ബൈക്കിൽ 2 പേർ ഇരിപ്പുണ്ടായിരുന്നു. താപസിൻ്റെ ആളുകൾ. അവരെ കടന്ന് ഇന്നോവ പാഞ്ഞുപോയി. അതിനിടെ ഷുപ്പുരാജിനെ ശിവയോഗി പരിചയപ്പെടുത്തി. മുത്തമ്മയുടെ ഡ്രൈവറാണ് ഷുപ്പുരാജ് എന്നറിഞ്ഞപ്പോൾ ശിവയോഗിക്ക് സന്തോഷമായി. അവൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഭുവനേശ്വരിയുടെ ആഗമനവും ധനരാജിൻ്റെ താൻ പ്രമാണിത്വവും കേട്ടപ്പോൾ അവൻ്റെ ഞരമ്പുകളിൽ ചോരയോട്ടത്തിൻ്റെ വെടിയുണ്ടയുടെ വേഗമായി. വച്ചേക്കില്ല ഞാൻ, ശിവയോഗി പിറുവിർത്തു. പൊന്നെ ഷിപ്പുരാജന് മുന്നറിയിപ്പ് നൽകി. ഞാൻ മടങ്ങിയെത്തിയ കാര്യം നീ തൽക്കാലം അമ്മയോട് പറയരുത്. ഇല്ല സാർ. ഷിപ്പുരാജ് തലയാട്ടി. കുറച്ചപ്പുറത്ത് ഒരു ചെറിയ ഹോട്ടൽ കണ്ടു. നമുക്കോരോ ചായ കുടിച്ചാലോ സാർ? ബാത്റൂമിൽ പോകണമെങ്കിൽ അതിന് സൗകര്യമുണ്ട് അവിടെ. ആവാം, ശിവയോഗി സമ്മതിച്ചു. ഇന്നോവ നിന്നു. എല്ലാവരും ഇറങ്ങി. ശിവയോഗി പൈപ്പ് തുറന്ന് കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് വായും മുഖവും കഴുകി. അപ്പോൾ അവൻ്റെ ഫോണിലേക്ക് ചിറ്റാറിൽ നിന്നും SI ചന്ദ്രലാലിൻ്റെ കോൾ വന്നു. അവിടെ വിശേഷമൊന്നുമില്ലല്ലോ ചന്ദ്ര? ഞങ്ങൾ കർണാടക ബോർഡർ കഴിഞ്ഞതേ ഉള്ളൂ. അവൻ ഫോൺ കാതിൽ ചേർത്തു. അപ്പുറത്തു നിന്നും പെട്ടെന്ന് മറുപടി കിട്ടാഞ്ഞപ്പോൾ ശിവയോഗിയുടെ നെറ്റി ചുളിഞ്ഞു. മനസ്സിൽ അകാരണമായ ഒരു ഭീതി. ചന്ദ്ര, അവൻ്റെ സ്വരം അല്പം ഉച്ചത്തിലായി. മറ്റുള്ളവർ ശിവയോഗിയെ തിരിഞ്ഞു നോക്കി. ചേട്ടാ, ചന്ദ്രലാലിൻ്റെ സ്വരം പതിഞ്ഞിരുന്നു. മണിച്ചേച്ചി ചേട്ടനെ വിളിച്ചിരുന്നോ? ഇല്ല. നീ കാര്യം പറ ചന്ദ്ര. അവൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. പേടിക്കാനൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഭാവനയും മണിച്ചേച്ചിയും ഒരേ മുറിയിലാണ് കിടന്നിരുന്നത്. എന്നാൽ നേരം പുലർന്നപ്പോൾ മണിച്ചേച്ചി കാണാനില്ല. സിരസിലൊരു പ്രഹരമേറ്റതുപോലെ ശിവയോഗിയുടെ കണ്ണുകൾ ഇരുത്തിങ്ങി. അവളെവിടെ പോയടാ? അറിയില്ല. ഞാൻ CCTV ഫോട്ടോജ് പരിശോധിച്ചു. രാത്രിയിൽ ചേച്ചി ഒറ്റയ്ക്ക് റോഡിലേക്ക് കയറിപ്പോകുന്നതും അതിലുണ്ട്. ശിവയോഗിയുടെ ഉടലിൽ ഒരു വിറയിൽ ബാധിച്ചു. ദേഷ്യവും സങ്കടവും ഒന്നിച്ചുണ്ടായി അവന്. ഇതുവരെ പിന്നെ നീ എന്താടാ എന്നെ വിളിക്കാതിരുന്നത്? ഞങ്ങളെല്ലായിടത്തും തിരകയായിരുന്നു. കണ്ടു കിട്ടുകയാണെങ്കിൽ ചേട്ടനെ വെറുതെ വിളിച്ച് പരിഭ്രമിക്കടാ എന്ന് കരുതി. നമ്മുടെ ആളുകൾ കക്കട്ടാറ്റിൽ വരെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. കാറ്റ് പിടിച്ച മരം കണക്ക് ശിവയോഗി ഒന്നും അലഞ്ഞു. മണിവർണ്ണ അവിവേകമൊന്നും കാണിക്കില്ലെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. ചങ്കുറപ്പുള്ള പെണ്ണാണ് അവൾ. ആരും തട്ടിക്കൊണ്ടുപോയതല്ല അവളെങ്കിൽ ആ മനസ്സിലെന്തോ ഉറച്ച തീരുമാനമുണ്ട്. അന്വേഷണം തുടർന്നോളൂ, ഞാൻ വിളിക്കാം എന്ന് മാത്രം പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. തന്നെ തുറിച്ചു നോക്കിയിരുന്ന പുണ്യകോടിയോടും ഷുപ്പുരാജിനോടും മറ്റും പറഞ്ഞു, നിങ്ങൾ ചായ കുടിച്ചോളൂ. പുണ്യകോടി സംശയത്തോടെ അവൻ്റെ അടുത്ത് വന്ന് ശബ്ദം താഴ്ത്തി തിരക്കി. വിഷയം വല്ലതുണ്ടോ സാറേ? പറയാം. ശിവയോഗി വേഗം ഫോണിലേക്ക് ശ്രദ്ധിക്കുന്നത് കണ്ട് പുണ്യകോടി ഹോട്ടലിലേക്ക് നീങ്ങി. ശിവയോഗി ഫോണിൽ CCTVയുടെ മൊബൈൽ ആപ്പിലെ പ്ലേബാക്ക് എടുത്ത് പരിശോധിച്ചു. അതിൽ ചന്ദ്രലാൽ പറഞ്ഞത് സത്യമാണെന്ന് കണ്ടു. മുറ്റത്തും ചിക്കൻ ഫാമിലുമൊക്കെ ലൈറ്റുകൾ ഉള്ളതിനാൽ നടന്നു പോകുന്നത് മണിവർണ്ണയാണെന്നത് വ്യക്തം. ലൈറ്റില്ലാത്ത ഭാഗമായപ്പോഴേക്കും അവൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായി മാറി. അവൾ കൈവീശിയാണ് നടന്നു പോകുന്നത്. ചുരിദാറാണ് വേഷം. താൻ അവിടെ നിന്നും തിരിക്കുമ്പോൾ അവൾ ഗൗണാണ് ധരിച്ചിരുന്നെന്ന് അവൻ ഓർത്തു. അവൻ പെട്ടെന്ന് അവളുടെ സെൽ നമ്പറിലേക്ക് കോൾ അയച്ചു നോക്കി. സ്വിച്ച് ഓഫ് എന്ന് മറുപടി. തനിക്കെന്തെങ്കിലും ഒരു സൂചന തരാതെ അവൾ ഒരിടത്തും പോകില്ല എന്നൊരു ഉൾപ്രേരണ അവന് പെട്ടെന്നുണ്ടായി. അവൻ വാട്സപ്പ് പരിശോധിച്ചു. അവൻ്റെ കണ്ണുകൾ ഇടുങ്ങി. മണിവർണ്ണയുടെ ഒരു വോയിസ് മെസ്സേജ്. പുലർച്ചെ 3 മണിക്കാണ് അത് വന്നിരിക്കുന്നത്. ആ നേരത്ത് താൻ ഉറക്കത്തിലായിരുന്നു എന്നവൻ ഓർത്തു. തിടുക്കത്തിൽ ശിവയോഗി അത് ഓപ്പൺ ചെയ്തു. ഫോൺ സ്പീക്കർ മോഡിലാക്കി. മണിവർണ്ണയുടെ ശബ്ദം. ശിവ, എന്നെ കാണാനില്ല എന്ന് നീ അറിയുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ഇക്കാരണം പറഞ്ഞ് മുത്തമ്മയെ കുരുക്കളിൽ നിന്നും രക്ഷപ്പെടുത്താതെയും ശത്രുക്കളെ സംഹരിക്കാതെയും ഓടിപ്പാഞ്ഞു വന്ന് കളയരുത്. ആരോടും പറയാതെയാണ് ഞാൻ കക്കാട്ടോർത്തുനിന്ന് ഇറങ്ങിയതെങ്കിലും ഞാൻ സൂയിസൈഡ് ചെയ്യുമെന്നൊന്നും കരുതരുതെന്ന് അവരോട് വിളിച്ചു പറയണം. നിൻ്റെ യാത്ര പോലെ എൻ്റെ ഈ യാത്രയും അനിവാര്യമാണ്. അത്രയും തൽക്കാലം നീ മനസ്സിലാക്കിയാൽ മതി. ചിറ്റാറിൽ നീ മടങ്ങിയെത്തുമ്പോൾ നിന്നെ സ്വീകരിക്കാൻ ഞാൻ അവിടെ ഉണ്ടാവും. അത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ്. ബാക്കിയൊക്കെ നേരിൽ കാണുമ്പോൾ പറയാം. ഗുഡ് നൈറ്റ്. ഒരിക്കൽ കൂടി പറയുന്നു, എന്നെ ഓർത്ത് നീ ടെൻഷൻ അടിക്കരുത്. മണിവർണ്ണയുടെ ശബ്ദം അവിടെ തീർന്നു.
ഫോണിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് ശിവയോഗി അങ്ങനെ തന്നെ നിന്നു. അവൾ എവിടേക്ക് പോയി, എന്താണ് അവളുടെ ലക്ഷ്യം, ഒന്നിനും ഒരു ഉത്തരം കിട്ടിയില്ല ശിവയോഗിക്ക്. അധ്യായം 29. ചിറ്റാറ്. കക്കാട്ടുപുറം തറവാടിനു മുന്നിൽ ഭിമ്മരം കോളനിയിലെ ഏതാണ്ട് മുഴുവൻ ജനങ്ങളും ഉണ്ടായിരുന്നു. എസ്.ഐ. ചന്ദ്രലാലിൻ്റെ നിർദ്ദേശാനുസരണം ചിറ്റാറ് സ്റ്റേഷനിൽ നിന്നും പോലീസിൻ്റെ ഒരു ടീം എത്തിയിട്ടുണ്ട്. തളർന്ന അവശയായതുപോലെ ഭാവന തിണ്ണയിലെ കസേരയിൽ കൈവെള്ളയിൽ ശിരസൂന്നിയിരിക്കുന്നു. വിവരമറിഞ്ഞ് വില്ലൂന്നിപ്പാറയിൽ നിന്നും ഭാസ്കരനും എത്തി. സത്താറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കക്കട്ടാറ്റിൽ തിരച്ചിൽ മതിയാക്കി മടങ്ങി. ജനങ്ങൾ അഭ്യൂഹങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരാൾ പറഞ്ഞു, മണിവർണ്ണ ഒറ്റയ്ക്കാണ് പോയതെങ്കിലും അത് ആരുടെയെങ്കിലും ഭീഷണി പ്രകാരമാണോ എന്നറിയില്ലല്ലോ. അത് നേരാ, പക്ഷെ നമ്മുടെ പിള്ളേർ റോഡിൽ കാവലുണ്ടായിരുന്നല്ലോ, അപ്പോൾ പിന്നെ അവരുടെ കണ്ണുവെട്ടിച്ച് എങ്ങോട്ട് പോകാനാ? മറ്റൊരാൾ, ആ ഭാഗത്തേക്ക് പോകാൻ അനുവദിക്കാതെ ആരെങ്കിലും വനത്തിലൂടെ പിടിച്ചു കൊണ്ടുപോയതാണെങ്കിലോ? അങ്ങനെ ജനങ്ങളുടെ സംശയം നീണ്ടുപോയി. ചന്ദ്രലാൽ തിണ്ണയിൽ കയറി ചിന്താധീനനായിരിക്കുന്ന ഭാസ്കറിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. അച്ഛൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇനി എന്ത് ചെയ്യണം? ഭാസ്കരൻ ഒരു നിമിഷം ചിന്തിച്ചു. ശേഷം ചുണ്ടനക്കി. നിയമം അതിൻ്റെ വഴിക്ക് പോകണം. മാൻ മിസ്സിംഗ് രജിസ്റ്റർ ചെയ്ത് നീ അന്വേഷണം തുടരണം. ചന്ദ്രലാലിൻ്റെ മനസ്സിലെ ആശയം അതുതന്നെയായിരുന്നു. പെട്ടെന്ന് അവൻ്റെ സെൽഫോണിൽ ശിവയോഗിയുടെ കോള് വന്നു. പതർച്ചയോടെയാണ് അയാൾ അറ്റൻഡ് ചെയ്തത്. ചേട്ടാ, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഒരു സംശയം തോന്നിയിട്ട് സത്താറിനെ പലതവണ ഞാൻ വരട്ടി, പക്ഷെ അയാൾ ഈ കാര്യത്തിൽ നിരപരാധിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഒറ്റ ശ്വാസത്തിൽ ചന്ദ്രലാൽ അത്രയും പറഞ്ഞത്. അതൊന്നും വേണ്ട. അപ്പുറത്തൊന്നും ശിവയോഗിയുടെ ശബ്ദം വന്നു. അതെന്താ? ചന്ദ്രലാലിൻ്റെ മുഖം ചുളിഞ്ഞു. ഒരുപക്ഷെ അവളെ പെട്ടെന്ന് തിരിച്ചു വന്നാൽ താൻ എവിടെയായിരുന്നു എന്ന് പോലീസിനോട് വെളിപ്പെടുത്തിയല്ലേ പതിയാകും. അങ്ങനെ പുറത്തു പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യത്തിനാണ് അവൾ പോയിരിക്കുന്നതെങ്കിൽ അതൊക്കെ പിന്നീട് നാണക്കേടാവില്ലേ? ശിവയോഗിയുടെ യുക്തിയെ ഉൾക്കൊള്ളുവാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ചന്ദ്രലാലിന് കഴിയുമായിരുന്നില്ല. അയാൾ തർക്കിച്ചു. ചേട്ടത്തേക്കൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ ഉറപ്പിക്കാം, പക്ഷേ പ്രവചനം മനുഷ്യന് സാധിക്കില്ലല്ലോ. അഥവാ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്തുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടില്ലെന്ന് മുകളിൽ നിന്നും ചോദ്യം വന്നാൽ ചന്ദ്രലാൽ അസ്വസ്ഥനായി. നിന്റെ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരമില്ല, നേരെ തന്നെ. പക്ഷേ ഇപ്പോൾ നീ എന്നെ അനുസരിച്ചേ പറ്റൂ. മറുപടിക്ക് കാക്കാതെ അങ്ങേ തലക്കൽ ശിവയോഗി കോൾ മുറിച്ചത് ചന്ദ്രലാൽ അറിഞ്ഞു. എന്തു ചെയ്യണമെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സങ്കടഘട്ടത്തിലായിരുന്നു എസ്.ഐ. ചന്ദ്രലാൽ. 9 മണി. ബൺവാൾ, കർണാടക. അവിടെ എത്തിയപ്പോൾ ഷുപ്പുരാജ് ഇന്നോവ കാറ് നിർത്തി. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു ആൽമരത്തിന് ചുവട്ടിൽ ചോദ്യഭാവത്തിൽ ശിവയോഗി ഷുപ്പുരാജിനെ നോക്കി. ആ മരച്ചുവട്ടിൽ ഒരു ബുള്ളറ്റ് ബൈക്ക് ഇരിക്കുന്നത് കണ്ടു. കീ അതിൽ തന്നെയുണ്ട്. സാറിൻ്റെ ഇനിയുള്ള യാത്ര അതിലാണ്. ഒരു നിശ്ചിത അകലോട്ട് ഞങ്ങൾ സാറിന് പിന്നിൽ തന്നെ ഉണ്ടാവും. സാറിന് ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ, ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാണ് ഇനി മുതൽ ഞങ്ങളുടെ ജോലി. ഇതൊക്കെ ഇമ്പദോസ് സാറിൻ്റെ ഏർപ്പാടാണ്. ശിവയോഗിക്ക് അഭിമാനം തോന്നി. തൻ്റെ സുഹൃത്തുക്കൾ തനിക്ക് വേണ്ടി രക്ഷ മെനയുന്നു. പുണ്യകോടയും മറ്റും നോക്കി ഒന്ന് തലയാട്ടിയിട്ട് ശിവയോഗി ഇന്നോവയിൽ നിന്ന് ഇറങ്ങി. സർ, ഇതുകൂടി. ഷുപ്പുരാജ് ഒരു ചെറിയ ബാഗ് അവന് നീട്ടി. ബാഗ് വാങ്ങിയ ശിവയോഗി ബൈക്കിനടുത്തെത്തി. അതിൻ്റെ സീറ്റിൽ വെച്ച് ബാഗ് തുറന്നു. ആദ്യം കണ്ടത് ഒരു കറുത്ത ജാക്കറ്റാണ്. ശിവയോഗി അതെടുത്ത് ഷർട്ടിന് മേലെ ധരിച്ചു. പിന്നെ 2 കറുത്ത ഗ്ലൗസുകൾ, ഒരു കൂളിംഗ് ഗ്ലാസ്, അവസാനം 4 ഇഞ്ച് നീളമുള്ള ഒരു കത്തി. അതിൻ്റെ പിടിയിൽ പ്രസ് ചെയ്യുമ്പോൾ മുന്നോട്ട് തള്ളി വരുന്നത്. അല്ലാത്ത പക്ഷം അതൊരു മൗത്ത് ഓർഗണാണെന്ന് തോന്നുമായിരുന്നുള്ളൂ. ഗ്ലൗസുകൾ അണിഞ്ഞ ശേഷം അവൻ കത്തിയെടുത്ത് സോക്സിനുള്ളിൽ തിരികെ വെച്ചു. ശേഷം ബൈക്കിൻ്റെ ഹാൻഡിലിൽ ഇരുന്ന ഹെൽമറ്റ് എടുത്ത് ശിരസിലമർത്തി. ഇന്നോവയ്ക്ക് നേരെ തിരിഞ്ഞ് വലത് കൈയുടെ തള്ളവിരൽ ഉയർത്തി കാണിച്ചു ശിവയോഗി. തുടർന്ന് ബുള്ളറ്റ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. തിരക്കേറിയ ഹൈവേയിലൂടെ അത് കുതിച്ചുപോയി. പിന്നാലെ ഇന്നോവയും. 10 മണി. തൻ്റെ ക്വാർട്ടേഴ്സിലുണ്ടായിരുന്ന DYSP കലിംഗറാവു ഭക്ഷണം കഴിഞ്ഞ് താൻ പുതുതായി വാങ്ങിയ റിവോൾവർ ഇടതുകൈയിൽ വെച്ച് പുറത്തെ ഏതോ ലക്ഷ്യത്തിലേക്ക് ഉന്നം പിടിക്കുകയായിരുന്നു അയാൾ. വലതുകൈ ചലനമറ്റതുപോലെ കാൽത്തുടയിലേക്ക് വച്ചിരിക്കുന്നു.
കലിംഗറാവുവിൻ്റെ ഇടതിങ്ങിയ താടി രോമങ്ങൾക്ക് ഏതാണ്ട് 2.5 ഇഞ്ച് നീളം വരും. കട്ടി മീശയാണെങ്കിൽ ഏതൊരുവനെയും ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. ഭക്ഷണശേഷം കഴിക്കാനുള്ള മരുന്നുമായി അരളി അടുത്തേക്ക് വന്നു. റിവോൾവർ ചൂണ്ടിയിരിക്കുന്ന അയാളെ കണ്ടപ്പോൾ അവർക്ക് ദേഷ്യമായി. കുറച്ച് ദിവസമായല്ലോ ഇങ്ങനെ, ഏത് നേരത്തും റിവോൾവറായിട്ട്? അരളിയുടെ ചോദ്യം കേട്ട് കലിംഗറാവു ഒന്ന് ചിരിച്ചു. ശത്രു എപ്പോഴാണ് മുന്നിലെത്തുന്നതെന്ന് എനിക്കറിയില്ലല്ലോ അരളി. ഇനി ഒരു വട്ടം, ഒരൊറ്റ വട്ടം താപസൻ്റെ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞ ആ സെക്കൻഡിൽ എനിക്ക് അവൻ തീർക്കണം. പല്ല് കടിച്ചുകൊണ്ട് കലിംഗറാവു റിവോൾവർ മടിയിൽ വെച്ചു. പിന്നെ ഭാര്യയുടെ കയ്യിൽ നിന്നും ഗുളികകൾ വാങ്ങി വായിലിട്ട് വെള്ളം കുടിച്ചു. ഇതിൻ്റെ ഒന്നും ആവശ്യം വാസ്തവത്തിലില്ലെന്നേ. എത്ര മരുന്ന് കഴിച്ചാലും തുന്നിച്ചേർത്ത കൈ ഒരു അലങ്കാരം മാത്രമായിരിക്കും. ചിലപ്പോൾ വിരലുകൾ മറ്റോ ഒന്ന് ചലിപ്പിക്കാൻ കഴിഞ്ഞേക്കും. അതിനപ്പുറത്ത് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കലിംഗറാവു വീണ്ടും റിവോൾവർ എടുത്ത് പുറത്തേക്ക് ഉന്നം പിടിച്ചു. പക്ഷെ ഡോക്ടർ പറഞ്ഞത് അരുളി പകുതിക്ക് നിർത്തി. ഡോക്ടർമാർ അങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും. നമ്മളെ ആശ്വസിപ്പിക്കാൻ അയാൾ വെറുതെ തലയാട്ടി. അരളി അയാൾക്കടുത്തേക്ക് ഒരു കസേര നീക്കിയിട്ട് അതിലിരുന്നു. ശേഷം കലിംഗറാവുവിൻ്റെ തോളിലേക്ക് തലചായ്ച്ച് തുന്നിച്ചേർത്ത കയ്യിൽ മെല്ലെ തടവി. ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുവോ? നീ പറഞ്ഞു നോക്ക്. കലിംഗറാവു തൻ്റെ നോട്ടം മാറ്റിയില്ല. ഈ ഒരു കയ്യും വെച്ചുകൊണ്ട് പ്രതികാരത്തിനിറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ശത്രുക്കൾ പ്രബലരാണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ അരളിക്ക് പൂർത്തിയാക്കുവാനുള്ള സമയം കിട്ടിയില്ല. എടീ, ഒറ്റ അലർച്ചയായിരുന്നു കലിംഗറാവു. അരളി പേടിയോടെ ചാടി എഴുന്നേറ്റു. ചോര വീണതുപോലെ കലിംഗറാവുവിൻ്റെ കണ്ണുകൾ ചുവന്നു. മുഖത്തെ മാംസപേശികൾ നിന്ന് വിറകൊണ്ടു. എങ്കിൽ പിന്നെ നിനക്ക് കുറച്ച് വിഷം കഴിക്കാൻ തന്നൂടെ എനിക്ക്? അതല്ലെങ്കിൽ ദേ ഇങ്ങനെ എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചു തരാം ഈ നിമിഷം. കലിംഗറാവു ഇടം കൈയിലിരുന്ന റിവോൾവർ തൻ്റെ ഇടതു ചെന്നിയിൽ അമർത്തി. അയ്യോ, എന്തായി കാണിക്കുന്നത്? അരളി അയാൾക്ക് മുന്നിൽ തൊഴുകൈകളോടെ നിന്ന് വിറച്ചു. കലിംഗറാവു ഭാര്യയെ രൂക്ഷമായെന്ന് നോക്കി. പിന്നെ അമർത്തി മൂളിക്കൊണ്ട് റിവോൾവർ താഴ്ത്തി. കുടുകുട വിയർത്തു പോയിരുന്നു അരളി. സാരിയുടെ തുമ്പുയർത്തി അവർ മുഖം തുടച്ചു. അതിനിടെ ബുള്ളറ്റുകളുടെ മുഴക്കം പോലെ കലിംഗറാവുവിൻ്റെ ശബ്ദം വന്നു. ഇനി ഒരിക്കലും എനിക്ക് പഴയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായിട്ടും നമ്മൾ എന്തിനാണ് ഇവിടെ കഴിയുന്നത്? നാട്ടിലേക്ക് ചെല്ലുവാൻ എല്ലാവരും വിളിച്ചതല്ലേ? അരളിക്ക് നാവനങ്ങിയില്ല. കലിംഗറാവു തുറന്നു. എൻ്റെ ചിന്താമണ്ഡലത്തിൽ ഒറ്റ വിചാരമേ ഉള്ളൂ. എനിക്ക് കണ്ണുകൾക്ക് മുന്നിൽ ഒറ്റ മുഖമേ ഉള്ളൂ. താപസൻ. നിനക്ക് മറക്കാൻ പറ്റുമോ അവനെ? ഓർക്കാൻ പറ്റുമോ അവനോട്? അന്നത്തെ ആ ദിവസത്തെക്കുറിച്ച് ഓർക്കാത്ത ഒറ്റ ദിവസമുണ്ടോ നിൻ്റെ ജീവിതത്തിൽ? അതിന് ഉത്തരവില്ലായിരുന്നു അരളിക്ക്. ആ രാത്രി ഇപ്പോഴും ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരാറുണ്ട് താൻ. അലറിക്കരയാനുണ്ട്. അവരുടെ ചിന്തയെ മുറിച്ചുകൊണ്ട് കലിംഗറാവുവിൻ്റെ ശബ്ദം കേട്ടു. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ആണായി പിറന്ന ഒരുവനും സ്വസ്ഥത ഉണ്ടാവില്ല. കണ്ണിന് മുന്നിൽ കണക്ക് തീർക്കുന്നത് വരെ അവൻ ഉമി കണക്ക് നീറിപ്പോഞ്ഞുകൊണ്ടിരിക്കും. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായപ്പോൾ ഒരു പാവപ്പെട്ടവൻ്റെ കാര്യം പറയാനുണ്ടോ? എൻ്റെ സബോർഡിനേറ്റ്സ് പോലും താപസനെ മറന്ന നിലയിലാണ്. അങ്ങനെ ഒരാളില്ല പോലും. ആ നിലയ്ക്ക് താപസൻ്റെ ശവശരീരം അവരുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്തർത്ഥമാടിയുള്ളത്? അരളി എന്തോ പറയുവാൻ ഭാവിക്കുമായിരുന്നു. പെട്ടെന്നൊരു ബുള്ളറ്റ് ബൈക്കിൻ്റെ ശബ്ദം. അരളി വാതുക്കലേക്ക് തിരിഞ്ഞു. വാതിലിന് നേർക്ക് ബൈക്കിൽ ഒരാൾ വരുന്നു. കലിംഗറാവുവിന് പന്തികേട് തോന്നി. അയാൾ റിവോൾവർ ആഗതൻ്റെ നെഞ്ചിന് നേർക്ക് ചൂണ്ടിപ്പിടിച്ചു. വാതിലിന് നേർക്ക് തന്നെ ബൈക്ക് നിന്നു. നീ അകത്ത് പോ, കലിംഗറാവു അരളിയോട് കൽപ്പിച്ചു. അവർ മടിച്ചു പോകാൻ. അരളി മെല്ലെ പിറകിലേക്ക് മാറി. ആഗതൻ ബൈക്കിൻ്റെ ഹാൻഡിലിന് മീതെ കൂടി വലതുകാൽ വീശി ഇറങ്ങി. ഹെൽമെറ്റിനുള്ളിലൂടെ അയാളുടെ നോട്ടം മുറിയിലിരിക്കുന്ന കലിംഗറാവുവിൽ പതിഞ്ഞു. സാരതെന്താ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ആഗതൻ സിറ്റൗട്ടിൽ കയറി. സ്റ്റോപ്പ്. കലിംഗറാവു അയാളുടെ നെഞ്ചിലേക്ക് ഉന്നം കൃത്യമാക്കി. ഡോണ്ട് മൂവ്. ഷെടാ, ഇതെന്താ ഇങ്ങനെ? DYSP സാറിന് വട്ടായോ? ചോദിച്ചുകൊണ്ട് ആഗതൻ തൻ്റെ ഹെൽമറ്റ് ഊരി മാറ്റി. അത്ഭുതത്താൽ കലിംഗറാവുവിൻ്റെ കണ്ണുകൾ വികസിച്ചു. എടാ നീ! അയാൾ ചാടി എഴുന്നേറ്റു. പക്ഷെ ഒന്ന് വേച്ചു. വാതിലിന് പിന്നിൽ നിന്നും ഓടിയെത്തിയ അരളി അയാളെ താങ്ങി. അവരും ആഗതനെ കണ്ടു കഴിഞ്ഞു. ശിവ നീ! ശിവയോഗിയുടെ നോട്ടം പക്ഷെ കലിംഗറാവുവിലായിരുന്നു.
അയാളുടെ വളർന്നു നിൽക്കുന്ന താടി കണ്ട് അവന് സംശയമായി. അതെന്താ സാറേ, കർണാടക സർക്കാർ പോലീസിന് താടി വളർത്തിക്കോളാൻ പറഞ്ഞു? അതോ സാറ് ശബരിമലയ്ക്ക് പോകാനുള്ള വിധത്തിലാണോ? അവൻ കലിംഗറാവുവിൻ്റെ തൊട്ടു മുന്നിലെത്തി. വിളറിയ ചിരിയായിരുന്നു കലിംഗറാവുവിൻ്റെ മറുപടി. അയാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകാനായി ശിവയോഗി കൈനീട്ടി. കലിംഗറാവു ഇടതു കൈ കൊണ്ട് വലതു കൈ ഉയർത്തിവിട്ടു. ആ കൈ വാഴത്തട പോലെ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് ഞെട്ടലോടെ ശിവയോഗി പിറകിലേക്ക് മാറിപ്പോയി. എന്താ സാർ ഇത്? താപസം തന്ന സമ്മാനം. കലിംഗറാവുവിൻ്റെ തല കുനിഞ്ഞു. അപ്പാജി കരിക്കളം സദാശിവയുടെ മരണത്തിൻ്റെ രഹസ്യങ്ങൾ തേടിയിറങ്ങി എനിക്ക് തന്ന ഗുഡ് സർവീസ് എൻട്രി. ഇതൊന്ന് എപ്പോഴും ശിവയോഗി പകച്ചു നിൽക്കുകയാണ്. നീ ഇരിക്കി, എല്ലാം പറയാം. ഇതൊക്കെ നിന്നെ അറിയിക്കാതിരുന്നത് നീ കർണാടകയുടെ മണ്ണിൽ കാല് കുത്താതിരിക്കാനാണ്. എന്നിട്ട് നീ വന്നു. കലിംഗറാവു ഇരുന്നു. എതിരെ ശിവയോഗിയും. ശിവ വിളിച്ചപ്പോഴൊക്കെ ഇദ്ദേഹം ഹോസ്പിറ്റലായിരുന്നു. അരളി അറിയിച്ചു. തുടർന്ന് കലിംഗറാവു തന്നെ അന്ന് നടന്നതത്രയും ശിവയോഗിയോട് അറിയിച്ചു. ഞരമ്പുകളിൽ ചോരയോട്ടം നിലച്ച മട്ടിലിരുന്ന ശിവയോഗി എല്ലാം മനസ്സിൽ കാണുകയായിരുന്നു. പിന്നീട് അവൻ കരിക്കളം തറവാട്ടിൽ നടന്നതൊക്കെ കലിംഗറാവുവിനെ പറഞ്ഞു കേൾപ്പിച്ചു. കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇമ്പദോസും അശോക് ഷെട്ടിയും രാജറൂലാനിയും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഈ വഴി പോവുകയാണെങ്കിൽ അവരിടയ്ക്ക് കരുകയും ചെയ്തു. കലിംഗറാവു ശ്വാസം വലിച്ചു വിട്ടു. പക്ഷെ നീ വരുന്ന കാര്യം അവർ എന്നെ അറിയിച്ചില്ല. ഇത് ഞാൻ പറഞ്ഞിട്ടാണ് സാർ. കാര്യം ഫോൺ സംഭാഷണങ്ങൾ ചോർത്താനാണല്ലോ ഇപ്പോൾ ആളുകൾ അറിയും. കുറച്ചു നേരം അവർ സംസാരിച്ചിരുന്നു. ബിംബരാമനും താപസനും ധനരാജും ഭുവനേശ്വരിയുമൊക്കെ അതിൽ വിഷയങ്ങളായി. ബിംബരാമൻ താപസൻ്റെ മകനാണെങ്കിൽ മറ്റുള്ളവർക്ക് അവരുമായി എന്തു ബന്ധമാണുള്ളത്? കലിംഗറാവു ചെന്നൈയിൽ ഇടതു കൈപ്പടം അമർത്തി ചിന്തിച്ചിരുന്നു. അരളി ശിവയോഗിക്ക് ലൈം ജ്യൂസ് കൊണ്ടുവന്ന് നൽകി. ബന്ധം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും സാർ, ശിവയോഗി ഉറപ്പു നൽകി. പക്ഷേ വളരെ ശ്രദ്ധ വേണം ശിവ. SP അമാവാസയും SI ലങ്കേഷും എവിടെ മറഞ്ഞെന്നും പോലീസ് ഇനിയും കണ്ടെത്തിയിട്ടില്ല. അവർ പോയ വെഹിക്കിൾ പോലും ഒരിടത്തും കണ്ടിട്ടില്ല. പക്ഷെ എല്ലാത്തിനും പിന്നിൽ നമ്മൾ നേരത്തെ പറഞ്ഞവരിൽ ആരെങ്കിലും ആവാം. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം കരിക്കളം തറവാടും അവിടുത്തെ സ്വത്തുക്കളും ജീവനുകളും തന്നെയാണ്. കലിംഗറാവു പറഞ്ഞു. ആരുടെയോ ഫോൺ വന്നപ്പോൾ ഫോണിൽ നോക്കിയിട്ട് ശിവയോഗി പെട്ടെന്ന് എഴുന്നേറ്റു. ഇപ്പോൾ എനിക്ക് പോകണം സാർ, ഞാൻ വീണ്ടും വരും. ബട്ട് വൺ തിങ്. കലിംഗറാവു ഇടം കൈ ഉയർത്തി. പറയൂ സാർ. താപസൻ, അവനെ എനിക്ക് വിട്ടുതരണം. ഇതെൻ്റെ അപേക്ഷയായി വേണമെങ്കിലും നിനക്ക് കരുതാം. കലിംഗറാവുവിൻ്റെ ശബ്ദം പതറി. ശിവയോഗി മുന്നോട്ട് വന്ന് അയാളുടെ കൈപ്പടം അമർത്തിപ്പിടിച്ചു. താപസനെ കൊത്തിയരിയുക എന്ന സ്വപ്നവുമായാണ് സാർ ഞാൻ ഈ മണ്ണിൽ കാലുകുത്തിയത്. എന്നാൽ ഇപ്പോൾ ഒരു ഉറപ്പ് തരാം. അയാളുടെ കൈകളും പ്രാണനും മാത്രം ഞാൻ സാറിനെ ഏൽപ്പിക്കും. പോരെ? മതി, അത് മതി. കലിംഗറാവുവിൻ്റെ കണ്ണുകളിൽ ക്രൂരമായൊരു തിളക്കം മിന്നിത്തെളിഞ്ഞു. 2 മണി. തൻ്റെ ബാർ ഹോട്ടലിലെ പേഴ്സണൽ റൂമിലായിരുന്നു ഭുവനേശ്വരി. പച്ചപ്പട്ടിൽ പുതിഞ്ഞൊരു മദാലസയുടെ ഭാവം. കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ഒരു തലയണ ചാരി വെച്ച് അതിൽ കൈമുട്ടൂന്നി കൈപ്പത്തി തലയിൽ താങ്ങിയുള്ള കിടപ്പാണ്. ഡോർബെല്ല് ശബ്ദിച്ചു. യെസ് കമിൻ. ഭുവനേശ്വരി ഒച്ചയുയർത്തി. വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത്, പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ശിവയോഗിയുടെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു അല്ലേ? എല്ലാവരും ഒത്തിരി ത്രില്ലോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ഒരു എപ്പിസോഡായിരുന്നു ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയത്. ഇനിയും ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ്. നാളെ കൃത്യം 9 മണിക്ക് അടുത്ത ഭാഗമായിട്ട് ഞാനെത്തും. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചോളൂ. ഒത്തിരി സന്തോഷത്തോടെ ഞാനത് വായിക്കും. എല്ലാവർക്കും റിപ്ലൈ തരും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നാളെ വീണ്ടും കണ്ടുമുട്ടും വരേക്കും വണക്കം. എന്ന നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.